നിയമസഭാ തെരഞ്ഞെടുപ്പ് തോൽവിയിൽ തിരുത്തൽ നടപടികൾ ചർച്ച ചെയ്യാനുള്ള CPIM നേതൃയോഗങ്ങൾ പുരോഗമിക്കുന്നു. ഇന്ന് സെക്രട്ടേറിയറ്റ് യോഗവും ഞായർ തിങ്കൾ ദിവസങ്ങളിൽ സംസ്ഥാന കമ്മിറ്റിയുമാണ് ചേരുന്നത്. കീഴ്ഘടകങ്ങളിൽ നേതൃത്വത്തിനെതിരെ ഉയർന്ന വിമർശനങ്ങൾ യോഗത്തിൽ ചർച്ചയാകും. അർജുൻ രാജുണ്ട് വിവരങ്ങളുമായി. അർജുൻ, ഒന്ന് തോൽവി, മറ്റൊന്ന് തിരുത്തൽ. അതിനിടയിൽ ഈ ഉപനേതാവ് തർക്കവും കൂടി ഉണ്ടല്ലോ, CPIM CPI. അപ്പോൾ ഇക്കാര്യത്തിലടക്കം ഒരു രാഷ്ട്രീയ പ്രതിസന്ധി ഈ മുന്നണിയിലടക്കം രൂപപ്പെടുന്നുണ്ടോ? ആ കാര്യങ്ങൾ കൂടി ഇതിൽ ചർച്ചയാകുമോ? വിവരങ്ങൾ. ശ്യാമിലി, 3 ദിവസം നീണ്ടു നിൽക്കുന്ന CPIMന്റെ സംസ്ഥാന നേതൃയോഗങ്ങൾക്കാണ് ഇന്ന് തുടക്കമായത്. ഇന്ന് സെക്രട്ടേറിയറ്റും മറ്റന്നാളും അടുത്ത ദിവസവും സംസ്ഥാന കമ്മിറ്റിയുമാണ് ചേരുക. CPIM ജനറൽ സെക്രട്ടറി MA ബേബി, പൊളിറ്റ് ബ്യൂറോയിൽ നിന്നുള്ള പ്രത്യേക സംഘം ഉൾപ്പെടെയുള്ള ആളുകൾ ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ടത് നിയമസഭാ തെരഞ്ഞെടുപ്പിലെ തോൽവി, അതിൽ നിന്നുള്ള തിരുത്ത് എങ്ങനെ വേണം എന്നുള്ളതാണ്. കീഴ്ഘടകങ്ങളിൽ നിന്നുള്ള പാർട്ടി അംഗങ്ങളുടെ നിർദ്ദേശങ്ങളും വിമർശനങ്ങളും ഒക്കെ ഈ യോഗത്തിൽ റിപ്പോർട്ട് ചെയ്യും. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നേതൃത്വത്തിനെതിരെ അടക്കമുണ്ടായിട്ടുള്ള വിമർശനങ്ങളാണ്. സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനെതിരെ, മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയനെതിരെ, സെക്രട്ടേറിയറ്റ് അടക്കമുള്ള ഘടകങ്ങൾക്കെതിരെ ഒക്കെ വലിയ വിമർശനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇത് റിപ്പോർട്ട് ചെയ്യും സംസ്ഥാന നേതൃയോഗങ്ങളിൽ. അതിനുശേഷമായിരിക്കും എങ്ങനെ തിരുത്തൽ നടപടികൾ വേണം എന്നത് സംബന്ധിച്ചുള്ള റിപ്പോർട്ട് തയ്യാറാക്കുക. CPIMനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നിർണായകമായിട്ടുള്ള കമ്മിറ്റിയാണ്. അതുകൊണ്ട് തന്നെ ഈ തിരുത്ത് അത് എങ്ങനെയായിരിക്കും എന്നുള്ളത് തന്നെയാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. അത് PB അംഗങ്ങളുടെ കൂടി സാന്നിധ്യത്തിലായിരിക്കും അത്തരം തീരുമാനങ്ങളിലേക്കൊക്കെ പാർട്ടി പോവുക. അതിനോടൊപ്പമാണ് ശ്യാമില് പറഞ്ഞതുപോലെ തന്നെ മുന്നണിക്കകത്ത് ഉണ്ടായിട്ടുള്ള ഇപ്പോഴത്തെ പ്രതിപക്ഷ ഉപനേതാവ് സംബന്ധിച്ചിട്ടുള്ള പ്രതിസന്ധി. CPI കടുത്ത നിലപാടിൽ തന്നെയാണ്. ഇത് ഇനി ദേശീയ തലത്തിൽ ഇടപെട്ട് പരിഹരിക്കാം എന്നുള്ളൊരു ആലോചന രണ്ട് പാർട്ടിയുടെയും സംസ്ഥാന നേതൃത്വത്തിന് ഉണ്ടായിട്ടുണ്ട്. MA ബേബി സ്വാഭാവികമായി കമ്മിറ്റിയിൽ പങ്കെടുക്കുന്നത് കൊണ്ട് തന്നെ ഈ വിഷയം ചർച്ച ചെയ്യാനുള്ള സാധ്യത ഉണ്ട്. എന്നിട്ട് അത് ദേശീയ തലത്തിൽ ഇടപെട്ട് ചർച്ച ചെയ്ത് പരിഹരിക്കാം എന്നുള്ള നിലയിലേക്ക് പോകാനുള്ള സാധ്യത കൂടി നിലനിൽക്കുന്നുണ്ട്. ശരി.